ഗ്രീഷ്മ എന്ന രക്തരക്ഷസ് ചോര കഷായം ഊറ്റി ഊറ്റി കുടിക്കുന്ന നമ്മുടെ പ്യാവം നല്ല സ്മാർട്ട് കുട്ടി, അതേപോലെ തന്നെ റാങ്ക് ഹോൾഡർ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. 10-22 വയസ്സായിട്ടൊരു ചെറിയ കുഞ്ഞാണ് ഞാൻ, എനിക്ക് ഇനിയും തുടർന്ന് പഠിക്കണം, നീ ഇനി പഠിച്ചതൊക്കെ മതി പൊന്നുമോളെ, ഇത്ര ദിവസം പഠിച്ചുണ്ടാക്കിയ സാധനങ്ങളും വെച്ചൊരു പാമ്പയ്യനെ കൊന്നിട്ട് അവൾക്ക് ഇനിയും പഠിക്കണം, തൂക്കിക്കൊല്ലുന്ന ദിവസം വരെ നീ ചുമരിൽ കരിക്കട്ട കൊണ്ട് എഴുതി അങ്ങ് പഠിക്കി, 1, 2 എന്ന് ബാക്കിലോട്ട് എണ്ണിക്കോ, കൗണ്ടൗൺ ഇരുന്ന് ചെയ്യ് കേട്ടോ. എന്നിട്ട് അഴികൾക്കൊക്കെ എത്ര എണ്ണമുണ്ട് അഴികള് എന്നൊക്കെ എണ്ണി നീ നടക്കുമോളെ. നിനക്ക് വിധിച്ചിട്ടുള്ളത് മരണം തന്നെയാണ്. കാരണം ഇതൊരു സാധാരണ വിഷയമേ അല്ല. സ്വന്തം ജീവന് തുല്യ സ്നേഹിച്ച ഒരു പയ്യനെ അങ്ങോട്ട് കൊന്നു കൊല വിളിച്ചിട്ട് ഒരു ഡയലോഗ് അടിക്കുക. നിന്റെ കാമകളിയും കാര്യങ്ങളൊക്കെ ഏകദേശം ജനങ്ങളൊക്കെ അറിഞ്ഞതാ. നീ അവിടെ ജയിലിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ കഥകൾ ഞങ്ങൾ അറിയാം. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പരിപാടി ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ മോളെ. ഓക്കെ, ഇന്നലെ കോടതിയിൽ വാദിച്ചൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, പലയിടങ്ങളിലും ഇവർ പോയിട്ടുണ്ട്, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് പ്രണയമാണ്, കാമുകനാണ്, പോരാത്തതിന് കഴുത്തിൽ താലിയും കെട്ടിയിട്ടുണ്ട്, ലൈസൻസ് ആയി അല്ലേ, ആ ലൈസൻസ് വെച്ച് പല റൂമുകളിൽ അവിടെ നിന്നിട്ടുണ്ട്. അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സഹി കെട്ടുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. പ്രേമിക്കുന്ന സമയത്ത് ചെരിഞ്ഞും കെടുന്നും വളഞ്ഞും കുനിഞ്ഞും ഒക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് പോലുള്ള ഡയലോഗ് രക്ഷപ്പെടാൻ പറഞ്ഞ ഡയലോഗാ. എന്നാൽ ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്തായിട്ടുള്ള ഷാരോണിന്റെ സുഹൃത്ത് തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഇവർ ഈ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഷാരോണിന്റെ അടുത്തേക്ക് വന്നത് ഗ്രീഷ്മയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. കേട്ടോക്കാം. ഈ റിജിന ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തു ഗ്രീഷ്മയെ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യം അറിയാമായിരുന്നു? അല്ല, അങ്ങനെ ശരിക്കും പറഞ്ഞായിട്ട് ഇനി കേട്ടിട്ടില്ല. അവളായിട്ടാണ് ബ്രേക്കപ്പ് ആയ ശേഷം അവളായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ബ്രേക്കപ്പ് ആയിട്ട് ഇവളാണ് ഇവന്റെ അടുത്ത് വീണ്ടും വന്നത്. അപ്പൊ എന്താണ് ലക്ഷ്യം? ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പോൾ ഒന്നാമത്തേതായിട്ടുള്ള ഭർത്താവ് ഇവൻ തന്നെ താലി കെട്ടിയത്. ഇവനെ തീർത്താൽ അടുത്ത പട്ടാളക്കാരന്റെ കൂടെ ലാവിഷായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് വേണ്ടത് ഒരു കാമുകനെ അല്ല, പടവലങ്ങയാണ്, വടവലങ്ങ. ഓക്കെ, ഇനി ന്യൂസ് ചാനലിൽ ഈ ഒരു കോടതിയിൽ അവർ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് ഉണ്ടെന്ന് കേൾക്കാം. താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ അതിനൊപ്പം തന്നെ 24 വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. മറ്റുള്ള എന്ത് തേങ്ങാക്കൊലയാണ് ഇവൾക്ക് വേണ്ടത്? ആദ്യമായിട്ട് ഒരു കൊലപാതകം ചെയ്തു. അതിന് തുടക്കത്തിൽ നല്ല ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഗൂഗിളൊക്കെ നന്നായി പഠിച്ച് പാരസെറ്റമോൾ കൊടുത്ത ചാവുമോ എന്ന് നോക്കി, നടക്കൂല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ഈ ഒരു കെമിക്കലിനെ കുറിച്ച്. അപ്പൊ ബിരുദാനന്തര ബിരുദം ഉപയോഗിക്കാനൊക്കെ അവൾക്ക് അറിയാം നന്നായിട്ട്. ഇനിയും പഠിക്കണം പോലും. ഇനിയും പഠിച്ച നാളെ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു നമുക്കറിയാം പൊന്നു മോളെ. നിന്റെ ഏകദേശ വൈബ് എന്താന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്തൊരു സന്തോഷത്തിലിരുന്നറിയോ അന്ന് ആ ഒരു മൊഴിയെടുക്കാൻ പോണ സമയത്തും അങ്ങനെ പല ഇടങ്ങളിലും കൊണ്ടുപോകുമ്പോൾ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓളെ പിക്നിക്കിന് കൊണ്ടുപോയതുപോലെയാണ് തോന്നിയത് അല്ലെ. പക്ഷെ അത് പോലീസുകാരുടെ ഒരു അടവായിരുന്നു എന്ന് ഭാവം ആ കൊലപാതകയായിട്ടുള്ള ചെകുത്താൻ സ്വഭാവമുള്ള രക്തരക്ഷസ് ഗ്രീഷ്മ കഷായം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതാണ് പോലീസുകാരുടെ ട്രിക്ക്. അതിൽ അവൾ വീണു. തുടക്കത്തിലൊന്നും ഞാനല്ല ചെയ്തത് എന്ന് ഉറച്ചു പറഞ്ഞു അല്ലെ. ഓക്കെ, നമുക്കിനി കുറച്ച് പഴയ ക്ലിപ്പിലേക്ക് കടക്കാം. ഇവള് പറഞ്ഞ കുറച്ച് നുണകള് ഇതൊക്കെ തന്നെയാണ് അന്ന് ഇവൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളതിന് കോടതിയിൽ ഇവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് എവിഡൻസ് കൂടിയാണ്. ആ ദിവസം രക്തവും അതേപോലെ ഈ പച്ച നിറത്തിലുള്ള സ്രവവും ഒക്കെ ഛർദ്ദിച്ചിട്ടുള്ള ഷാരോണ്, അന്ന് ഷാരോണിന്റെ കൂടെ വന്നിട്ടുള്ള സുഹൃത്ത്, ഇവൻ ആശുപത്രിയിലായ സമയത്ത് കഷായം ഗ്രീഷ്മയെ ഒന്ന് വിളിച്ചു. കഷായം ഗ്രീഷ്മ അന്ന് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, ഒന്ന് കേട്ടു നോക്കി. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ? നീ ഇങ്ങനെ ഓർത്ത് നോക്കോ, ഒന്ന് ആലോചിച്ച് നോക്കോ, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. എടാ, ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത്, അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല. എനിക്ക് അയാളെ കൊന്നിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാന്.
എനിക്ക് അയാളെ കൊന്നിട്ട് എന്ത് കിട്ടാന്? സ്വന്തം കാമുകനെയാണ് അയാൾ എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഫസ്റ്റ് ടൈമിൽ വന്ന ഇവരുടെ ഒരു വോയിസ് ആണിത്. ഇതൊക്കെ അന്ന് തന്നെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും അത് അറിഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഒരു സൂചന, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലേക്കാണ് ഞാനിത് കൊണ്ടുവന്നത്. നിതീഷ് എന്ന് പറയുന്ന തന്റെ സുഹൃത്തിന് എന്തോ ഒരു സംശയം തോന്നുകയാണ്. കാരണം അകത്ത് നിന്ന് പുറത്തു വരുന്ന ഷാരോൺ എനർജറ്റിക് ആയിട്ട് പോയ മനുഷ്യൻ പിന്നെ ഛർദ്ദിച്ച് വെയ്യാണ്ട് വന്നിട്ട് ബൈക്കിന്റെ മുകളിൽ അവന്റെ തോളിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് അവൾ ചതിച്ചടാ എന്നുള്ളത്. ആ ഒരൊറ്റ വാക്കിന്റെ മുകളിൽ നിന്നാണ് ഇപ്പോ ഇവളെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഗ്രീഷ്മ അന്ന് പറഞ്ഞ കുറച്ച് നുണകള്, ഈ നുണകളാണ് ഒരു പക്ഷേ അവൾക്ക് വിനയായത്. നല്ല ബിരുദാനന്തര ബിരുദമുള്ള ആളായിരുന്നു, പക്ഷെ ചെറിയൊരു പാളിച്ച പറ്റി. ഒന്ന് കേട്ടോക്കാം. ഞാനും ആദ്യം കുടിച്ചിരുന്നു, എനിക്കും ആദ്യം വോമിറ്റിംഗ് ആയിരുന്നു. ഇതൊക്കെയും ഗ്രീഷ്മ പറയുന്നുണ്ട്. പിന്നെയോ ഒരു കെട്ടുകഥയും. അമ്മയെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടന് കൊടുത്തു, അയാൾക്ക് വയ്യാതെ വന്നെന്ന് മാമൻ പറഞ്ഞു എന്ന്. കഷായം എന്തെന്നറിയാൻ ഷാരോൺ ചോദിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. ഇതേ കാര്യത്തിനായി ഷാരോണിന്റെ സഹോദരനും സുഹൃത്തുക്കളും ചോദിക്കുമ്പോഴും അരുൺ ഡോക്ടർ തന്നു, ചേച്ചി വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. കഷായത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരവും നൽകിയില്ല. കഷായക്കുപ്പി കഴുകിക്കളഞ്ഞെന്നും ആക്രിക്ക് കൊടുത്തെന്നും അമ്മ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചതാണ് ഷാരോണിന് കൊടുത്തതെന്നും അങ്ങനെ അങ്ങനെ ഒഴുക്കൻ ന്യായങ്ങൾ മാത്രം. ആ മരുന്ന് തീർന്നു, അന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അതിനുശേഷം ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുമെല്ലാം തന്റെ വശം ക്ലിയർ ആക്കാനായി ഗ്രീഷ്മ പറയുന്നുണ്ട്. ഓക്കെ, അന്ന് ആ കഷായം തന്റെ വീട്ടിൽ വന്ന ഡ്രൈവർക്ക്, ഓട്ടോ ഡ്രൈവർക്ക് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ആ ഓട്ടോ ഡ്രൈവർ കൃത്യമായി പോലീസിൽ അതിനുള്ളൊരു മൊഴിയും കൊടുത്തു, ഞാൻ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഒരു തേങ്ങാ പോലും കുടിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് ഡോക്ടർ എഴുതി തന്നതാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അവർക്ക് ഒരു മരുന്നും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ ഇവൾക്ക് ശരിക്ക് പണി കിട്ടി. പിന്നെ ആ മരുന്ന് കുപ്പി എവിടെ എന്ന് ചോദിക്കുന്നതിന് 150 പരം നുണകൾ പറഞ്ഞിട്ടുണ്ടാവും ഈ തെണ്ടി. അത്രയേ ഉള്ളൂ, അത്ര നുണകളാണ് അവളന്ന് പറഞ്ഞുണ്ടാക്കിയത്. അത് ക്ലാസ്സിൽ ഒഴിച്ചു വെച്ചതാണ് ഞാൻ കൊടുത്തത്, അല്ല ഞാൻ അതിന്റെ ലേബൽ നോക്കിയിട്ടില്ല, അത് ആക്രിക്കാർക്ക് വിറ്റു. ഈ ഒരു കുപ്പി വലിച്ചെറിഞ്ഞതും ഒഴിവാക്കിയതുമായിട്ടുള്ള ഇവളുടെ അമ്മാവനും കൂടി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് ശിക്ഷ എന്തായാലും കിട്ടാൻ പോകുന്നുണ്ട്. അമ്മയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അമ്മയെ രക്ഷപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പൊ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഷാരോണിന്റെ അച്ഛന് ഈ പറയുന്ന ഗ്രീഷ്മ അയച്ച കുറച്ച് മെസ്സേജുകളാണ്, ഒന്ന് കേട്ടു നോക്കി. അങ്കിൾ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ നെറ്റിയിൽ കുങ്കുമം വെച്ചയാളാ. അയാൾക്ക് എന്തെങ്കിലും പറ്റണമെന്ന് ഞാൻ കരുതുവോ? എന്റെ ദോഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കള്ളമാണെന്ന് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കല്ല, കൂട്ടുകാരന്റെ കൂടെയാ വന്നത്. ഇങ്ങനെ ഉള്ളപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യൂ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നേരത്തെ പറ്റുമായിരുന്നു. എനിക്കുള്ള വിഷമം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കരയാൻ പറ്റുന്നില്ല. ഷാരോണിന്റെ അച്ഛന് ഗ്രീഷ്മ അയച്ച മെസ്സേജുകൾ ഇങ്ങനെ. ഓക്കെ, അന്ന് ഷാരോണിന്റെ ഡാഡിയോട് പറഞ്ഞ മെസ്സേജുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അവനെ മുന്നേ വേണമെങ്കിൽ കൊന്നുകൂടെ? നീ മുന്നേ പാരസെറ്റാമോൾ കലക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോ അവൻ മരിച്ചില്ല. ആ ഒരു കാര്യം പിന്നീടല്ലേ നമ്മളെല്ലാവരും അറിയുന്നത്. ക്രൈംബ്രാഞ്ചിന് നീ കൊടുത്ത മൊഴികളാണ് ഇതൊക്കെ മോളെ. അപ്പോ നീ എത്രയൊക്കെ പഠിച്ച കള്ളിയാണെങ്കിൽ ഇനിയും പഠിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എല്ലാത്തിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടിയിരിക്കും. ഇവിടെയുള്ള പോലീസുകാരെ ഈ വിഷയത്തിൽ സത്യത്തിൽ അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്ന വിഷയമാണ്. അത്ര വൃത്തിയിൽ തന്നെയാണ് അന്വേഷിച്ചിട്ട് അവൾക്ക് കൊലക്കയറ്, തൂക്കുകയറ് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് നെഞ്ചിൽ ഇങ്ങനെ തറയ്ക്കുന്നതാ. അത്ര വിഷമം തോന്നും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾ കൊന്നിട്ടുള്ളത് ഷാരോൺ എന്ന് പറയുന്ന തന്റെ കാമുകനെയല്ല, സ്നേഹമെന്ന വികാരത്തെയാണ്, പ്രണയത്തെയാണ് അവൾ കൊന്നത് എന്നൊക്കെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുള്ളത്. ഇനിയെങ്കിലും കോടതി ഈ സ്ത്രീ, ഈ ഒരു നികൃഷ്ട ജീവി പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കല്ലേ, അവൾക്ക് ശിക്ഷ ഇളവാക്കി കൊടുക്കല്ലേ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്ത ക്ലിപ്പ് ഷാരോണിന്റെ സഹോദരന് അത് ഗ്രീഷ്മയെ വിളിച്ചതാണ്. ഇതൊക്കെ വളരെ നിർണായകമായ വഴിത്തിരിവിലേക്ക് മാറിയ വോയിസുകളാണ്, കേൾക്കാം. ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോടാണ് കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്നാ ചികിത്സ
ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേരോ നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ? സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചോ? അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. എനിക്ക് ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലേബലൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാ, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്താലുള്ള ഒരു പ്രത്യേകത. നല്ല ബുദ്ധിയായിരിക്കും. പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. അമ്മ ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചത് കൊടുത്തു എന്നുള്ളതാണ് വേറെ ഒരു വോയിസിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ ഒരു കുപ്പിയിൽ ഒഴിച്ചു വാങ്ങിയതിൽ പിന്നീട് കുപ്പിയുടെ പകുതിയിലായി, ലേബൽ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞ വാക്ക് അല്ല, ലേബലൊന്നും ഇല്ല. അല്ലെങ്കിൽ അടപ്പിന്റെ മുകളിൽ അങ്ങനെ ഒരു ലേബൽ ഇല്ല, വേറൊരു കുപ്പിയാണ്. ഇത്തരം വാക്കുകളൊക്കെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഷാരോണിന്റെ സഹോദരന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഗ്രീഷ്മ പറയുന്നത് നുണകളാണ് എന്ന്. അവൻ കൊടുത്തു എന്നുള്ള കാര്യം ഷാരോണിന്റെ സുഹൃത്ത് തന്നെ തുറന്നു പറയുന്നുണ്ട്. അവൾ എന്നെ ചതിച്ചടാ എന്ന് പറയുന്ന വാക്ക് അല്ലെ. ഈ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പൊളിച്ചടക്കിയതും ജനങ്ങൾ മനസ്സിലാക്കിയതും ക്രൈംബ്രാഞ്ചിന് കൃത്യമായി ഇവളെ പിടിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ആദ്യം കുറെ നുണ പറഞ്ഞു, പക്ഷെ കുടുങ്ങും എന്ന് ഉറപ്പായപ്പോ, പുറത്ത് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോ അവള് സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് കോടതിയിൽ കിടന്ന് കളിക്കുക, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു, തേങ്ങാക്കൊല ചെയ്തു, കമിഴ്ന്നും മലന്നും കിടന്നു കൊടുത്തിട്ടുള്ള ഡയലോഗ് അടിക്കുക. അല്ലാത്ത സാധനട്ടാ. ഇനി ഷാരോൺ അന്ന് 10-11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെയാണ് നരക്കിച്ച് ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ അലിഞ്ഞ് ആന്തരിക അവയവങ്ങളൊക്കെ നുറുങ്ങിയാണ് മരിക്കുന്നത്. നാവിന്റെ പകുതി ഭാഗം പോലും ഈ ഒരു മരുന്നിന്റെ, ഈ ഒരു വിഷത്തിന്റെ വീര്യം കാരണം മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്ന് അവസാന നാളില് ഷാരോൺ ഇവളെ വിളിച്ച് സംസാരിച്ചപ്പോ അന്ന് ഇവള് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ, ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള മായ നമ്മളന്ന് കുടിച്ചില്ലേ, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഇവള് പാരസെറ്റമോൾ കലക്കിയിട്ട് ആ ഒരു കൊടുത്തിരുന്നു. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. അവരെന്തോ ഭാഗ്യം, എല്ലാത്തിലും ദൈവത്തിന്റെ ഒരു കരങ്ങളുണ്ടാവുന്ന പോലെ അന്ന് എടുത്ത ആ സെൽഫി വീഡിയോയിൽ അതുണ്ട് അല്ലെ, ആ ഫോട്ടോയിൽ അതുണ്ട്. അത് 2 കുപ്പികളന്ന്, എന്തോ ഒരു ഭാഗ്യമാണ് അതൊക്കെ അല്ലെ, നമ്മളെ മുന്നിലേക്ക് കൃത്യമായി എവിഡൻസ് ആയിട്ട് കിട്ടിയത്. അതിൽ ഒരു കുപ്പിയിലെ നിറവ്യത്യാസം അന്ന് തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അല്ലെ. അതിൽ പാരസെറ്റമോൾ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓവർഡോസ് ആയത് കയ്പ് കാരണം, അത് എക്സ്പയറി ഡേറ്റ് ആണെന്ന് പറഞ്ഞത് ഒഴിച്ചു കളഞ്ഞതാ. അന്ന് ചെയ്ത ആദ്യ ട്രിക്ക്, അവളുടെ മുഖം അന്ന് നിങ്ങൾ കണ്ടതാ, ആ വീഡിയോ നിങ്ങൾ കണ്ടതാ. സന്തോഷത്തിൽ അവൾ നിന്നത് അതാണ്. കഴുകനാണ് ഇവൾ, കഴുകൻ. തോളത്തിരുന്ന് അവനെ മുഴുവനായി തിന്നാൻ ശ്രമിച്ച കഴുകൻ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വാക്കുകൾ വരാഞ്ഞിട്ടല്ല, പറയുന്നില്ല. ഓക്കെ, തുടർന്ന് കേൾക്കാം. അങ്ങനെ അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. ഓക്കെ, നല്ല അടിപൊളി ആക്ട്രസ് ആണ്. മലയാള സിനിമക്ക് ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട ഒരു നല്ല കിഡിലൻ ആക്ട്രസ്. ഊർവശിയും ഇവരൊക്കെ ഇനി മാറി നിൽക്കും, അത്ര അടിപൊളി ആക്ട്രസ്. കൊള്ളാം. ഇനി ജ്യൂസ് എങ്ങാനും റിയാക്ട് ചെയ്തതാണോ? ആ പാവം പയ്യനെ മരിക്കുന്നതിന്റെ അവസാന ദിവസമാണ് മനസ്സിലായത് ഇവൾ ശരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന്. അവൻ ശരിക്കും ധരിച്ചിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം ആശുപത്രിയിലൊക്കെ കിടന്ന് അവിടെ നിന്ന് വന്ന് അവളോടത് ചോദിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി കിടന്നതാവും. പക്ഷെ അവസാന നിമിഷം അയാൾക്ക് മനസ്സിലായി ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന്.
തൻ്റെ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അവളിങ്ങനെ എനിക്ക് കഷായത്തിൽ വിഷം കലക്കി തന്നതാണ് എന്നുള്ളത്. എത്ര വേദനയോടെയാണ് നമ്മളത് കേട്ടത് അല്ലേ? അത്ര ഇഷ്ടപ്പെടുന്ന തൻ്റെ കാമുകി തന്നെ ചെയ്ത തെമ്മാടിത്തരം. അടിപൊളി. ആ ഒരു സമയത്ത് ഇവളെ അറസ്റ്റ് ചെയ്ത സമയത്ത് തെളിവെടുപ്പിനായി ഇപ്പോൾ ഇവളെ കൊണ്ടുവന്നപ്പോൾ അവളുടെ ഒരു വീഡിയോ ശരിക്കും നമ്മളെ ഞെട്ടിച്ചതാണ്. ഈ ഒരു കാര്യത്തിൽ പോലീസുകാരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ. ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കിയേ. അല്ല പിക്നിക്കിന് വന്ന പോലെ. അവിടെ ഉണ്ട്, അവിടെ ഒരു വീഡിയോ ഉണ്ട്. എവിടെ നേരത്തെ അവിടെ വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ അങ്ങോട്ട് അറ്റം വരെ പോയാ സൈഡ് മരങ്ങളൊക്കെ ഉള്ള സൈഡ് ഇവിടെ ആയിട്ട് ഈ റൗണ്ട് ഇരിക്കുന്നില്ലേ, അവിടെ പെൺകുട്ടികൾ ഇരിക്കുന്നു, അവിടെ ആയിട്ട് അരി വെച്ച് ഫോട്ടോസ് ഇട്ട് എടുക്കാൻ വന്നിട്ടുണ്ട്. തൻ്റെ കാമുകനൊപ്പം അല്ലെങ്കിൽ കാമുകന്മാരൊക്കെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതൊക്കെ പിന്നീട് ആ വഴിയിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു നൊസ്റ്റാൾജിയും ആ നഷ്ടപ്പെട്ട ദിവസങ്ങളെ കുറിച്ചുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിക്കും അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ കാമുകനൊന്നും വേണ്ട, ഭാര്യ ഭർത്താവ് തന്നെ നിങ്ങൾ എടുത്തോ. അത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് പിന്നീട് എപ്പോഴെങ്കിലും യാത്ര ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. ഇവൾക്ക് അവിടെ പിക്നിക്കിന് തന്ന പോലെ ആ കാണുന്നിടത്ത് ഒരു 10 സെന്റ് സ്ഥലം ഞാൻ കൊടുക്കാനുള്ളതാന്നൊക്കെ പറയുന്ന കച്ചവടക്കാരെ പോലെയാണ് പറഞ്ഞത്. ആ മരത്തിന്റെ ചോട്ടിലിരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തൊരു സന്തോഷത്തിലാണ് അവൾ സംസാരിക്കുന്നത്. തൻ്റെ കാമുകനെ കൊന്നിട്ടും അവള് വളരെ സന്തോഷത്തിലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കോടതി അവളെ ഇനി തൂക്കിക്കൊല്ലാനല്ല വിധിക്കുന്നത് എങ്കിൽ സത്യത്തിൽ നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥയോട് ശരിക്ക് ദേഷ്യം തോന്നും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട, ഒരു വിശ്വാസം ഇല്ലാതാവും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അവൾക്ക് ഇനിയും പഠിക്കണമത്രേ. കൊള്ളാം, നീ ജയിലിൽ കിടന്ന് പഠിക്കുമോളെ. നീ ജയിലിന്റെ പുറത്തേക്ക് വന്നാൽ അത് ശരിയല്ല, ശരിയാവില്ല. ഈ ഒരൊറ്റ ക്ലിപ്പും കൂടിയും കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. തൻ്റെ അമ്മ, ഷാരോന്റെ അമ്മ, ആ വീട്ടിലുള്ള അവന്റെ വസ്ത്രങ്ങളൊക്കെ അതേ അലമാരയിൽ അതേപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അവന്റെ ആ ഒരു കിടക്കപ്പായ അത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അവൻ പഠിച്ചിരുന്ന ആ മേശ, ആ പുസ്തകങ്ങൾ അന്നിരുന്ന അതേപോലെ വൃത്തിയായി സൂക്ഷിക്കുക. തൻ്റെ മകൻ നഷ്ടപ്പെട്ടിട്ടും എത്ര നാളാണ് അവർ ആ സങ്കടത്തോട് നിൽക്കുന്നത്. ഇപ്പോഴും അതേ സങ്കടത്തിൽ തന്നെയാണ്. അവർക്ക് കിട്ടേണ്ട നീതി ഒരു പക്ഷേ ഗ്രീഷ്മ എന്ന് പറയുന്ന നികൃഷ്ട ജീവി തൂക്കിലേറ്റി മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മാത്രമേ അവർക്ക് ഇനി സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് ഈ കോടതിയോട് പറയാനുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്, അവരെ തൂക്കിക്കൊല്ലണം. യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവരുത്. കാരണം അവൾ കൊന്നിട്ടുള്ളത് ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണ് അവന്റെ അച്ഛനും അമ്മയും. അത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് അവർ വളർത്തിയുണ്ടാക്കിയ ഷാരോൺ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഇമോഷണൽ ആവുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും. അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.